ഹായ് ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള രാജ്മ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇതൊരു ഉത്തരേന്ത്യൻ കറിയാണ് കേട്ടോ. നമുക്ക് ചോറ് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ. നമുക്ക് ഇതുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട, ഇത് കൂട്ടി മാത്രം നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് ഇതിലേക്ക് വേണ്ടത് റെഡ് കിഡ്നി ബീൻ എന്ന് പറയട്ടോ. അതുപോലെ മമ്പയറിൻ്റെ ഒക്കെ ഒരു വലിയ സൈസായിട്ട് ഇതിന്. അതുപോലെ അയൺ, ഫൈബർ, പ്രോട്ടീനൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളൊരു പയറുവർഗ്ഗം കൂടിയാണ് കേട്ടോ. ഇതിവിടെ 4 മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കുതിർത്തി എടുത്തതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ഞാനിവിടെ ഒരു 4 വിസിൽ വരുന്നവരെയാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചായിരിക്കും കേട്ടോ വേവ്. അപ്പോൾ നിങ്ങൾ കുക്കറിനനുസരിച്ച് നിങ്ങൾക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. ഇത് നല്ല കട്ടിയുള്ള പയറായതുകൊണ്ട് വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നല്ല രീതിയിൽ തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ രാജ്മ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1.5 വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 തക്കാളി ഇതുപോലെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 2 ബേ ലീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ചെറുതായതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ വലുതാണെങ്കിൽ 1 ചേർത്താലും മതി കേട്ടോ. പിന്നെ ഒരു 4 ഗ്രാമ്പു, ഒരു ഏലക്ക, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, അതുപോലെ ഒരു ചെറിയ പീസ് പട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ട കുറച്ച് മസാലപ്പൊടികൾ കേട്ടോ. അത് ഇനി വഴിയെ പറയാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ കറി തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അവരിതിലേക്ക് കടുകെണ്ണയാണ് ചേർത്ത് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കടുകെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വലിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ട് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ. നമ്മൾ രാജ്മ വേവിക്കാൻ വെച്ചപ്പോഴും ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉള്ളി ഇതുപോലെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ച വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കട്ടെ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്തതിന് ശേഷം അതിന്റെ പച്ചപ്പൊന്ന് മാറുമ്പോൾ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നോർമൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ രാജ്മ ചേർത്തതിന് ശേഷം നമ്മൾ കളറിനായിട്ട് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ചെറിയ ജീരകം പൊടിച്ചതുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കട്ടെ. ഒരു 1/2 ടീസ്പൂൺ ഞാനിവിടെ ചേർത്തിട്ടില്ല. നമ്മൾ നേരത്തെ എണ്ണയിലേക്ക് നമ്മൾ ജീരകം ഇട്ടതുകൊണ്ട് ചേർത്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഫ്ലേവർ ഒരുപാട് അങ്ങ് ഇഷ്ടമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഇതിൻ്റെ പച്ചപ്പ് പോകുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ പച്ചപ്പ് മാറുമ്പോൾ നമുക്കിതിലേക്ക് നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓയിൽ കുറവായി തോന്നിയതുകൊണ്ട് അതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് നമ്മൾ അടിച്ച് വെച്ച തക്കാളി അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളിയുടെ പച്ചപ്പ് പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് മുകളിലായിട്ട് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച രാജ്മ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തക്കാളിയുടെ പച്ചച്ചോയൊക്കെ മാറിയിട്ട് ഇതുപോലെ ഓയിലൊക്കെ നമ്മൾ ഒഴിച്ചത് ഇതുപോലെ മുകളിലായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച രാജ്മ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മസാല ഒരുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിലെ വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ബീൻസിൽ മസാലയെല്ലാം കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് അതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തണുക്കുമ്പോൾ ഇതിലേറെ കുറച്ചും കൂടി ഒന്ന് കട്ടിയായി മാറും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള രാജ്മ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നമുക്ക് ചോറ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്ത് കൂട്ടാക്കണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.